ശിവരാത്രി ദിവസം മഹാദേവനെ കാശി വിശ്വനാഥനെ സന്ദർശിച്ച ശേഷം അതിനുശേഷം ഞാൻ നേരെ വന്നത് ഹരിശ്ചന്ദ്രഗഡിലേക്കാണ്. ഇന്ത്യയിൽ തീർച്ചയായും സന്ദർശിക്കേണ്ട ഒന്നാണ് വാരാണസി കേട്ടോ. അവിടെ സന്ദർശിക്കുന്ന എല്ലാവരെയും മയക്കുന്ന ഒരു അതുല്യമായ മനോഹാരിത ഇതിനുണ്ട്. പുണ്യനദിയായ ഗംഗാനദിയുടെ തീരത്ത് സ്ഥിതി ചെയ്യുന്ന ഇത് ഇന്ത്യയുടെ ആത്മാവിലേക്കൊരു നേർക്കാഴ്ച തന്നെ നൽകുന്നുണ്ട്. കണ്ടില്ലേ, ഒരുപാട് സ്വാമിമാരൊക്കെ, അതായത് നാഗസാധുക്കളും മറ്റുമൊക്കെ ഇതിന് ഹരിശ്ചന്ദ്രഘട്ടിന് തൊട്ടടുത്തായി അവരുടെ കുടിലുകൾ വെച്ച് താമസിക്കുന്നു. ഞാൻ ഇന്ന് വന്ന ദിവസം തന്നെ ശിവരാത്രി ആയതുകൊണ്ട് അതിന് തൊട്ടടുത്തുള്ള ശ്മശാന ക്ഷേത്രം, കാശി ശ്മശാന ക്ഷേത്രം എന്ന് പറഞ്ഞൊരു ക്ഷേത്രമുണ്ട്. അതിന് തൊട്ടടുത്തായി ഒരു ഹോമകുണ്ടവും അതിന് ചുറ്റും കുറേ സന്യാസിമാർ പൂജകൾ ചെയ്യുന്നതും നമുക്ക് കാണാൻ കഴിയും. അതിന് തൊട്ടടുത്ത് തന്നെയായിട്ട് കണ്ടില്ലേ, ബാങ്കൊക്കെ കുടിച്ചിട്ട് അവർ ശിവരാത്രി ദിവസം കുറേ യുവാക്കൾ ഇങ്ങനെ ഡാൻസ് ചെയ്യുകയാണ്. അതിൻ്റെ ഒപ്പം സ്വാമിമാരും ഒക്കെ ഉണ്ടായിരുന്നു. ശിവരാത്രി ദിവസം ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ കാശിയിൽ നല്ല ആഘോഷമാണ്. കാശി എന്ന സ്ഥലത്തിൻ്റെ ആത്മീയ ശക്തിയും നദിയുടെ ശക്തിയും ഈ ചരിത്ര നഗരത്തിൻ്റെ സമാധാനപരമായ അന്തരീക്ഷവും അതൊക്കെ ഒന്ന് അനുഭവിക്കേണ്ട ഒന്ന് തന്നെയാണ്. മഹാശിവരാത്രി ദിവസത്തെ ഹരിശ്ചന്ദ്രഘട്ടിലെയും മൊത്തം കാശിയിലെയും ഒക്കെ ആഘോഷങ്ങളും മറ്റും ശരിക്കും അനുഭവിച്ചറിയേണ്ട ഒന്ന് തന്നെയാണ് കേട്ടോ. ഇവിടെ ഇവർ ആ വെള്ളമായിട്ട് നൽകുന്നത് ബാങ്ക് കലർത്തിയ വെള്ളമാണ്. ബാങ്ക് എന്ന് വെച്ചാൽ അറിയാലോ, കഞ്ചാവിൻ്റെ ഇലകളൊക്കെ അരച്ച് കലക്കിയ ഒരു വെള്ളമാണ്. അതൊക്കെ കുടിച്ച് നമ്മളെ യുവാക്കളും അവിടെ വരുന്ന എല്ലാവരും അവർ മ്യൂസിക്കൊക്കെ ഇട്ടിട്ട് ഇങ്ങനെ ഡാൻസ് ചെയ്യുകയാണ്, അവരാഘോഷിക്കുകയാണ്. തൊട്ടടുത്ത് തന്നെയാണ് ചിതയും മറ്റുമൊക്കെ ഉള്ളത്. ഒരുപാട് മരണപ്പെട്ട ആളുകളെയൊക്കെ സംസ്കരിക്കുന്ന സ്ഥലവും തൊട്ടടുത്ത് തന്നെയാണ്. അവരിങ്ങനെ ഈ ഒരു മായാലോകത്ത് ആ ഒരു ഭക്തിയിലും ആ ഒരു കാശിയുടെ ഒരു വല്ലാത്തൊരു അനുഭൂതിയിൽ ഇങ്ങനെ സന്തോഷത്തിലിങ്ങനെ ആനന്ദിക്കുകയാണ്. കുറച്ചു സമയം ഞാൻ ആഘോഷങ്ങളിലൊക്കെ പങ്കെടുത്ത് തൊട്ടടുത്തുള്ള ഹരിശ്ചന്ദ്രഘട്ടിലെ ആ ശവ സംസ്കാരം നടക്കുന്ന സ്ഥലത്തേക്ക് വന്നു. അപ്പോൾ അവിടെ ഒരു അഘോരി ബാബ ഉണ്ടായിരുന്നു. അവർ മരിച്ച ആ ഒരു ചെതയിൽ എന്തൊക്കെയോ പൂജാതി കർമ്മങ്ങളൊക്കെ ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. സോ ഞാൻ അതൊക്കെ കണ്ട് ഇങ്ങനെ ഇരുന്നു. ദേഹമാസകലം ഭസ്മമിട്ട ഈ ഒരു ബാബയാണ് നാഗബാബ, അല്ലെങ്കിൽ നാഗസന്യാസി എന്ന് പറയും. നാഗസന്യാസി ബാബ എന്തായാലും ഇവിടെ വന്നത് അവിടുത്തെ ആ ചെതയിലുള്ള ആ ഒരു ബോഡി മൊത്തത്തിൽ ഇപ്പോൾ കത്തി തീർന്നിരിക്കുന്നു. ബാക്കി വന്ന ആ ഒരു വിറക് കഷ്ണം എടുത്തിട്ട് നാഗബാബ അദ്ദേഹത്തിൻ്റെ കുടിലിലേക്ക് കൊണ്ടുപോവുകയാണ്. രാത്രികാലങ്ങളിൽ തണുപ്പ് മാറ്റാൻ വേണ്ടിയാവും. കണ്ടില്ലേ, ആ വിറക് കഷ്ണം എടുത്തിട്ട് നേരെ കുടിലിലേക്കുള്ള യാത്രയിലാണ്. അടുത്തടുത്തായിട്ട് ഒരുപാട് ചിതകളുണ്ട് കേട്ടോ. നമുക്കിങ്ങനെ ഈ ഒരു സ്ഥലത്ത് വന്നിട്ട് ഇതൊക്കെ കാണുമ്പോൾ തന്നെ ഒരു അത്ഭുതമാണ്. എന്തായാലും ഈ ഒരു ചിതയുടെ അടുത്ത് കുറേ സന്യാസിമാർ ഇങ്ങനെ പൂജ ചെയ്യുകയും ഒക്കെ മറ്റും കണ്ടു ഞാൻ. അതിൽ നാഗബാബയും അഘോരി ബാബയും മറ്റ് ചില സന്യാസിമാരൊക്കെ ഉണ്ട്. അവരെന്തോ കാര്യമായിട്ട് ചെയ്യുകയാണ്. എന്തായാലും ഇത് നന്നായിട്ടൊന്ന് നോക്കാൻ വേണ്ടിയിട്ട് ഞാൻ അവിടെ നിന്നു. എൻ്റെ ചുറ്റും ഒരുപാട് ആളുകളും കൂടിയിട്ടുണ്ട്. അവരിതൊക്കെ വീക്ഷിച്ചുകൊണ്ടേയിരിക്കുകയാണ്. പലതരത്തിലുള്ള രഹസ്യമായ പൂജകളും കർമ്മങ്ങളൊക്കെ മഹാശിവരാത്രി ദിവസങ്ങളിൽ ഇവിടെ നടക്കുന്നുണ്ട് എന്നെനിക്ക് മനസ്സിലായി. കാശി നഗരത്തിലുടനീളം 84 ഘട്ടുകൾ കാണാം കേട്ടോ. വാരാണസിയിലെ എല്ലാ ഘട്ടുകളും മനോഹരമാണ്. പക്ഷേ അവയിൽ ചിലത് മാത്രമേ ഹിന്ദു ചരിത്രത്തിൽ വളരെ പ്രധാനപ്പെട്ടതായിട്ടൊക്കെ ഉള്ളൂ. മണികർണികയും ഹരിശ്ചന്ദ്രഘട്ടും ശവസംസ്കാരത്തിന് മാത്രമായിട്ടാണ് ഉപയോഗിക്കുന്നത്. പുണ്യനഗരമായ വാരാണസിയിൽ ഗംഗാനദിയുടെ തീരത്ത് സ്ഥിതി ചെയ്യുന്ന ഹരിശ്ചന്ദ്രഘട്ട് നഗരത്തിലെ ഏറ്റവും പുരാതനപ്പെട്ട പഴക്കമേറിയ ഒരു വാസസ്ഥലങ്ങളിൽ ഒന്നാണ് കേട്ടോ. മനോഹരമായ ക്ഷേത്രങ്ങളും ഘട്ടുകളും കൊണ്ട് അലങ്കരിച്ച ഹരിശ്ചന്ദ്രഘട്ട് നഗരം സന്ദർശിക്കുന്ന ഏതൊരാളും തീർച്ചയായും സന്ദർശിക്കേണ്ട ഒന്ന് തന്നെയാണ്. അതിൽ ശിവരാത്രി ദിവസമൊക്കെ വരുന്നവരാണെങ്കിൽ ഇതേപോലത്തെ രഹസ്യമായ പൂജകളും മറ്റുമൊക്കെ കാണാൻ വേണ്ടിയിട്ട് ഇവിടെ സമയം ചെലവഴിക്കുന്നത് നന്നായിരിക്കും എന്നാണ് എൻ്റെ ഒരു സജഷൻ.
എൻ്റെ പുറകിലും മുമ്പിലും ഒക്കെ ഇങ്ങനെ മനുഷ്യന്മാർ എരിഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ചില ബന്ധുക്കളൊക്കെ അവിടെ നിന്ന് ഇവിടെ നിന്നൊക്കെ അലമുറയിട്ട് കരയുന്നതും നമുക്ക് കാണാൻ പറ്റും. ചില സന്യാസിമാർ അവരുടെ ആത്മാവിനെ, ആ മരിച്ചവരുടെ ആത്മാവിനെ പൂജകൾ ചെയ്ത് അതിൻ്റെ എന്തൊക്കെയോ ശക്തികൾ അവരുടെയിലേക്ക് ആവാഹിക്കുന്നതും നമുക്ക് കാണാൻ കഴിയും. ചില ആളുകൾ പുറത്തുനിന്ന് വരുന്നവർ അവർ ഇങ്ങനെ എൻജോയ് ചെയ്ത് ഇതൊക്കെ കണ്ടുകൊണ്ട് രസിച്ച് വീഡിയോകളൊക്കെ എടുത്തു പോകുന്നു. ഒരു നല്ല അനുഭവമാണ് നമ്മൾ കാശിയിൽ ഇതേപോലത്തെ ഹരിചന്ദ്രഘട്ടും മണികർണിക ഘട്ടുമൊക്കെ സന്ദർശിക്കുമ്പോൾ നമുക്ക് ലഭിക്കുന്നത്. മനുഷ്യന്മാർ അത്രയേ ഉള്ളൂ. എന്തൊക്കെ നമ്മൾ ഉണ്ടാക്കി, നമ്മളൊന്നും കൊണ്ടുപോകുന്നില്ല. അവസാനം നമ്മളിതാ ഈ ചെതയിൽ ഇങ്ങനെ എരിഞ്ഞടങ്ങുകയല്ലേ. മനുഷ്യൻ്റെ ജീവിതം എന്ന് പറഞ്ഞാൽ ഇതാ ഇത്രയേ ഉള്ളൂ. ചില ചെതയിലൊക്കെ എന്ന് വെച്ച് കഴിഞ്ഞാൽ ബോഡിയുടെ നമ്മളുടെ ഒരു കാല് പോർഷനൊക്കെ പുറത്തേക്കൊക്കെ കാണാം. അത് ചിലപ്പോൾ ബോഡിയൊക്കെ നടുഭാഗങ്ങളൊക്കെ കത്തി അമരുമ്പോൾ ഇവർ ഈ കാല് പൊട്ടിച്ച് ഉള്ളിലേക്ക് പുറത്തേക്ക് ചാടുന്നതും ചില സമയങ്ങളിൽ ബോഡിയിൽ നിന്നൊരു ഒരു ഒരു വെള്ളം ഇങ്ങനെ ചീറ്റുന്നതൊക്കെ നമുക്ക് കാണാൻ കഴിഞ്ഞു. അതുകൊണ്ട് തന്നെ തൊട്ടടുത്ത് ഞാൻ നിൽക്കാതെ കുറച്ച് മാറി നിന്നിട്ടാണ് ഇതൊക്കെ കാണുന്നത് കേട്ടോ. അതിൻ്റെ ഈ ചെതയുടെയൊക്കെ പുറകിലായിട്ട് കാണുന്ന കുടിലുകളിലൊക്കെ പലതരത്തിലുള്ള ബാബമാർ, സന്യാസിമാരും നാഗസന്യാസിമാർ ഒരുപാട് പേരിങ്ങനെ ഇരിക്കുന്ന കുടിലുകളാണ് അതൊക്കെ. അവിടെയൊക്കെ പോയി സന്ദർശകർ അവരുടെ വിഷമങ്ങളൊക്കെ പറഞ്ഞ് അതിനുള്ള പരിഹാര മാർഗങ്ങളും പൂജക്രിയകളും ഒക്കെ ചെയ്യുന്നതും ഞാൻ കണ്ടിരുന്നു. ഞാനെന്തായാലും ഈ ഒരുപാട് അഘോരി ബാബയും നാഗബാബയൊക്കെ പൂജ ചെയ്യുന്ന ഈ ഒരു ചെതയുടെ അടുത്തായി തന്നെ ഞാൻ നിൽപ്പുറപ്പിച്ചു. എന്താണ് അവർ ചെയ്യുന്നതെന്ന് മെല്ലെ നോക്കിക്കൊണ്ടേയിരുന്നു. തൊട്ടടുത്തായിട്ട് ഒരു മുട്ടനാട്, നല്ല കറുത്ത കൊമ്പുള്ള മുട്ടനാട് വന്നിട്ട് എന്തൊക്കെയോ ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുകയാണ്. ആശാൻ ഈ ചെതയുടെ ചൂടൊക്കെ ഇങ്ങനെ കൊള്ളുന്നുണ്ട്. ഗംഗാനദി കണ്ടില്ലേ? ചില ബൗണ്ടറികളൊക്കെ അവർ എന്തൊക്കെയോ വെച്ചിട്ട് പ്ലാസ്റ്റിക്കിൻ്റെ ജാറുകളും മറ്റുമൊക്കെ വെച്ചിട്ട് അവർ ബൗണ്ടറികൾ നിശ്ചയിച്ചിട്ടുണ്ട്. അത്യാവശ്യം ആഴമുള്ള സ്ഥലം തന്നെയാണ് വാരാണസിയിലെ ഗംഗാ നദി എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ അതിന് ചുറ്റും അവരൊരു ബൗണ്ടറി വെച്ചിട്ട് പ്രൊട്ടക്റ്റ് ചെയ്തിട്ടുണ്ട് കേട്ടോ. നമ്മളെ അഘോരി ബാബ ഇതാ സിഗരറ്റും കഞ്ചാവും ഒക്കെ വലിക്കുന്നു, എന്തൊക്കെയോ മദ്യമൊക്കെ ഒഴിച്ച് കുടിക്കുന്നതൊക്കെ ഞാൻ കണ്ടു ഈ പൂജയുടെ വേളയിൽ തന്നെ. അഘോരി ബാബയുടെ കയ്യിലിപ്പോൾ തലയോട്ടിയും മറ്റുമൊക്കെയുണ്ട്. ഇവിടെ ഇപ്പോൾ ശിവപാർവതി കല്യാണമാണ് നടക്കുന്നത് എന്നാണ് എനിക്ക് തോന്നുന്നത്. എന്തൊക്കെയോ പൂജകളൊക്കെ നടത്തിയിട്ട് കണ്ടില്ലേ, ബാബയും പാർവതി ദേവിയുടെ രൂപത്തിലുള്ള ആ ഒരു അർദ്ധനാരീശ്വരിയും ഇങ്ങനെ ചുറ്റുകയാണ് കേട്ടോ, ആ ഒരു ചിതയ്ക്ക് ചുറ്റും.
ചിതയ്ക്ക് ചുറ്റും ഏറെ നേരം വലം വെക്കുകയൊക്കെ ചെയ്തതിന് ശേഷം മരണപ്പെട്ട ആ ചിതയിൽ നിന്നും കുറച്ച് ഭസ്മം എടുത്തിട്ട് പാർവതി ദേവിയായി നിൽക്കുന്ന ആ ദേവിയുടെ സിരകളിൽ അർപ്പിച്ച് അദ്ദേഹം കണ്ടില്ലേ, അഘോരി ബാബ എല്ലാ സ്വാമിമാരുടെയും അനുഗ്രഹമൊക്കെ വാങ്ങിയിട്ട് ആ ഒരു കല്യാണത്തിന് വേണ്ടിയിട്ടുള്ള ചടങ്ങുകൾക്ക് വേണ്ടിയിട്ടുള്ള പുറപ്പാടിലാണ്. ഈ പൂജകളൊക്കെ ഇങ്ങനെ നടക്കുന്ന ഈ സമയത്തേക്ക് ഇവിടെ മൊത്തം ആളുകൾ വന്ന് കൂടിയിട്ടുണ്ട് കേട്ടോ. പുറകുവശത്ത് മൊത്തം ആളുകളായി. വിദേശികളായ ഒരുപാട് പേർ ഈ ഇതൊക്കെ വീഡിയോകളിലേക്ക് പകർത്തുന്നുമുണ്ട്. അങ്ങനെ ശിവപാർവതി കല്യാണവും നേരിട്ട് കാണാനുള്ള ഒരു ഭാഗ്യം ഉണ്ടായി കേട്ടോ കാശിയിൽ വന്നിട്ട്. ഇത്തരത്തിൽ ഒരുപാട് നിഗൂഢമായ പൂജകളും കർമ്മങ്ങളും ചടങ്ങുകളും ഒക്കെ നടക്കുന്ന സ്ഥലമാണ് കാശിയിലെ മണികർണിക ഘാട്ടും ഹരിശ്ചന്ദ്ര ഘട്ടും ഒക്കെ. ഇവിടെ രാത്രികാലങ്ങളിൽ വന്നു കഴിഞ്ഞാൽ നമുക്കിതൊക്കെ കാണാൻ സാധിക്കും. ചിലതൊന്നും പകർത്തുവാൻ വേണ്ടിയിട്ട് ഇവിടെയുള്ള സന്യാസിമാർ അനുവദിക്കില്ല. പക്ഷെ എന്നാലും നമുക്ക് ചില സമയങ്ങളിൽ ഇത്തരത്തിലുള്ള അവസരങ്ങൾ ലഭിക്കുന്നതാണ് കേട്ടോ. അങ്ങനെ മഹാശിവരാത്രി ദിവസം ഹരിശ്ചന്ദ്രഘട്ടിൽ നടന്ന ശിവപാർവതി കല്യാണത്തിനൊക്കെ സാക്ഷിയാകാൻ വേണ്ടിയിട്ടുള്ള ഒരു ഭാഗ്യം എനിക്കുണ്ടായി. ഈ ചടങ്ങുകളും കാര്യങ്ങളൊക്കെ കഴിഞ്ഞതിന് ശേഷം ഞാൻ മെല്ലെ അടുത്ത ഘട്ടിലേക്ക് പോയിട്ട് അവിടെ നടക്കുന്ന ആഘോഷങ്ങളും പരിപാടികളൊക്കെ വിറ്റ്നസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇവിടെ നിന്നും ഹരിശ്ചന്ദ്രഘട്ടിൽ നിന്നും യാത്ര തിരിക്കാമെന്ന് നിശ്ചയിച്ചു. തൊട്ടടുത്തുള്ള ഗൗരി കേദാർനാഥീശ്വർ മന്ദിരത്തിലേക്കുള്ള ലൈനിൽ ശിവലിംഗം കാണാനും തൊഴാനുമുള്ള ആ ഒരു ലൈനിൽ ഞാൻ പോയി നിന്നു. ഇനിയിപ്പോൾ ഇവിടെ ദർശനം നടത്തിയതിന് ശേഷം അടുത്തടുത്ത ഘട്ടുകളിലേക്ക് എനിക്ക് പോകണം. കാശി മഹാശിവരാത്രി ദിവസം എനിക്ക് മൊത്തത്തിൽ എക്സ്പ്ലോർ ചെയ്യണം എന്നുള്ള ആഗ്രഹമുണ്ട്. കൂടുതൽ വിവരങ്ങൾ എൻ്റെ അടുത്ത വീഡിയോയിൽ നിങ്ങൾക്ക് പ്രതീക്ഷിക്കാം. ബൈ.